നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭ ഇലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. കേരളമാകെ ചൂടിലാണ്, അതോടൊപ്പം തന്നെ കേരളമാകെ ഇലക്ഷൻ ചൂടിലും. വരും കാലയളവിൽ നമുക്ക് കാത്തിരിക്കാം ഇവിടെ ആരാണ് ജയിക്കുക എന്നത്. അതിനു മുന്നേ ചാനൽ 91ൻ്റെ ഒരു ചെറിയ ഇലക്ഷനാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ജനനായകനെ അല്ലെങ്കിൽ ജനനായികയെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ഇറങ്ങുകയാണ് ജനങ്ങൾക്കിടയിലൂടെ. അറിയാം നമുക്ക് ആ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അത്രയും. എന്താ പേരെന്താ മാഡത്തിന്? ജനറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 3 പിക്ചർ കാണിക്കും. ഈ 3 പിക്ചറിൽ നിങ്ങൾ ആരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്? ഇതാണല്ലേ? എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ ഒന്നും ഇല്ല. അപ്പം വോട്ട് ചെയ്ത് സെലക്ട് ചെയ്താലും ഇദ്ദേഹത്തെ തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഞാൻ 3 പേരുടെ ഫോട്ടോ കാണിക്കും. ഇതിൽ ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? LDF ആണ്. ഷൈൻ ടീച്ചറിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ? എന്തെങ്കിലും കാരണമുണ്ടോ? പിന്നെ എന്തോ LDF ജയിക്കാൻ വേണ്ടിയാണ്, വേറെ പക്ക LDF ആണല്ലേ? അതുകൊണ്ട് ഷൈൻ ടീച്ചറിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പേരെന്താ? ഷൈജു. ഇതിൽ ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ 3 പേരിൽ? ഞാൻ പറയുകയാണെങ്കിൽ ഇദ്ദേഹം നരേന്ദ്രമോദിയുടെ പിൻഗാമിയാണ്. ഇദ്ദേഹം നരേന്ദ്രമോദിയുടെ പിൻഗാമിയാണ്. കാരണം ഇവിടെ ഇപ്പം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മൊത്തം നരേന്ദ്രമോദിയാണ്. BJP ജൽ മിഷൻ ആയാലും കിസാൻ സമ്മാൻ നിധി ആയാലും ഇൻഷുറൻസ് ആയാലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് അതിനെ ആശ്രയിച്ചാണ് സംസ്ഥാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഒരു വോട്ട് BJP ിലേക്ക് കൊടുക്കും, യാതൊരു സംശയം. ചേട്ടൻ്റെ പേരെന്ത്? എൻ്റെ ഒരു ബാബു എന്നാണ്. അപ്പോൾ ബാബു ചേട്ടൻ്റെ വോട്ട് സംശയിക്കേണ്ട BJP സ്ഥാനാർത്ഥി രാധാകൃഷ്ണൻ സാറിനാണല്ലേ? ഡോക്ടർ KS രാധാകൃഷ്ണൻ. ഓക്കെ. അദ്ദേഹം നമ്മുടെ കാലടി സർവകലാശാല വൈസ് ചാൻസലറായിരുന്നു, സെൻറ്റ് പോൾസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. മാത്രമല്ല സാധാരണ ഒരു എന്താ പറയുക, ഒരു അരയ സമുദായത്തിൽ നിന്ന് വന്നു, പഠിച്ചു, ഉയർന്നു, നല്ല ഉദ്യോഗത്തിലിരുന്ന ആളാണ്. അതുപോലെ ജനസേവനം ഉള്ള മനസ്സിൻ്റെ ഉടമയാണ്. 3 പിക്ചർ കാണിക്കും. ഈ ഒരു 3 പിക്ചറിൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആരോടാണ് കൂടുതലൊരു എടുപ്പം? വല്ലാത്തൊരു കെണിയാണുള്ളത്. ഈ ഒരു 3 പിക്ചറിൽ ആരെ നമുക്ക് സെലക്ട് ചെയ്യാം? ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. 3 പേരെ ഇഷ്ടമാണ്. 3 പേരെ ഇഷ്ടമാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു ടാസ്ക് അതാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഷൈൻ ടീച്ചറിനെയാണ് അല്ലേ സെലക്ട് ചെയ്യുന്നത്? എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 3 പടം കാണിക്കും. ഈ 3 പടത്തിൽ അങ്കിളിന് ഇഷ്ടപ്പെട്ട ഒരു നായകൻ അല്ലെങ്കിൽ നായികയെ സെലക്ട് ചെയ്യാമോ? സെലക്ട് ചെയ്യേണ്ട ഇത് തന്നെ ഹൈബീഡൻ. എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം എറണാകുളത്ത് ജയിക്കണമെങ്കിൽ അയാൾ മാത്രമേ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല. രാധാകൃഷ്ണൻ കൊടുത്താൽ വിദ്യാടാണെങ്കിൽ രക്ഷയില്ല. എൻ്റെ നാട്ടുകാരനാണ് രാധാകൃഷ്ണൻ, താന്തോണിത്തുരുത്ത്. രക്ഷയില്ല. ഈ ഹൈബീഡൻ 2 പേരെ ആരും ജയിക്കില്ല എറണാകുളത്ത്. ഇവിടെ ഉറപ്പ്. ഇവിടെ ജയിച്ചിട്ടുണ്ട്. ആരാണെന്നറിയാം? സ്ഥാനഭാഷ ജയിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ബോർഡ് ജയിച്ചു. അതൊക്കെ കരുണാകരനാണ് ജയിപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായി. ഒരുപാട് മാനദണ്ഡങ്ങളും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും പല ബുദ്ധിമുട്ടും. ഇനി മേലാൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വേണ്ട, കേരളത്തിൽ തന്നെ വേണ്ട. കോൺഗ്രസ് വന്നു. കോൺഗ്രസ് BJP വന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ മാർക്സിസ്റ്റ് പാർട്ടി വേണ്ട. വേറെ ഒന്നുമില്ല, ഈ തല്ലിക്കൊല്ലാണ് ജനങ്ങളെ. എന്തെങ്കിലും ഒരു കാര്യത്തിന് നല്ല കാര്യം ചെയ്യാറുണ്ട്, കൊന്നിട്ടാണ് സംസാരിക്കണം. പിന്നെ അത് വേണ്ട. ഈ ഒരു 3 പിക്ചറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരാണെന്നൊന്ന് സെലക്ട് ചെയ്യും. ഇവരിൽ ഹൈബീഡനായിക്കോട്ടെ. ചേട്ടൻ്റെ പേരെന്താ? ഷാലോൺ. ചേട്ടൻ സെലക്ട് ചെയ്തത് ഹൈബീഡനെയാണ്. എന്തെങ്കിലും കാരണമുണ്ടോ ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ? ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ ആദ്യമേ അറിയാവുന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ തന്നെ ആയിരിക്കും. പാർട്ടി ബേസ് അല്ല, പേഴ്സണൽ ബേസ്, വ്യക്തിപരമായിട്ട്. ഈ 3 പിക്ചറിൽ ഇഷ്ടമുള്ള ആരാണെന്ന് സെലക്ട് ചെയ്യുമോ? ഹൈബീഡനെയാണ് ഇഷ്ടം. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് ആൻ്റണി. ഓക്കെ, ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്ത് ജയിപ്പിക്കാനുള്ള ഇദ്ദേഹത്തിൽ തന്നെ ഉള്ളൂ അല്ലേ? പാർട്ടി ബേസ് ആണോ വ്യക്തിപരമായിട്ടാണോ? വ്യക്തിപരമായിട്ട്.
3 പിക്ചറിൽ ആരെയാണ് സെലക്ട് ചെയ്യുന്നത്? സെലക്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഹൈബീഡൻ തന്നെ കാരണം ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത് ആ ആള് ജയിച്ചു വരും. അതാണ് അതിന്റെ ശരി. സെലക്ട് ചെയ്തേ. ഹൈബീഡനെ ജയിക്കൂ എല്ലാവർക്കും? ഓക്കെ, ഒരു ടീം ഹൈബീഡനും ഒരു ടീം ഷൈൻ ടീച്ചറും അല്ലേ? ഷൈൻ ടീച്ചർ എന്തെങ്കിലും പുള്ളിക്കാരിയെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും വ്യക്തിപര കാര്യമുണ്ട്? മീൻസ് ജനങ്ങൾക്ക് നല്ലത് ചെയ്തു അല്ലെങ്കിൽ പാർട്ടി ബേസ് അങ്ങനെ എന്തെങ്കിലും? പാർട്ടി ബേസിൽ ഷൈൻ ടീച്ചർ ജയിക്കും. ഹൈബീഡനെ ഹൈബീഡനെ ജയിക്കുള്ളൂ എറണാകുളത്ത്. ഹൈബീഡനെ ജയിക്കുള്ളൂ. എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമൊന്നുമില്ല, നേരത്തെ സ്വഭാവം. കുത്തക സീറ്റാണ് അതൊക്കെ. അത് പോവില്ല. അതിന് കാരണമൊന്നും വേണ്ട. പുള്ളിക്കായിട്ട് ഒഴിഞ്ഞു വെച്ചു ഒരു 70,000 വോട്ടിന് ഭൂരിപക്ഷം ജയിക്കും അല്ലേ? ഉറപ്പാണല്ലോ. BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ഇദ്ദേഹത്തെയാണോ? ഷൈനി ടീച്ചർ, മറ്റേത് അഡ്വക്കേറ്റ് ശ്രീകല. ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ, കാരണമുണ്ടോ? റീസൺ വെച്ചാൽ അദ്ദേഹം നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ആശുപത്രിയിലും അല്ലാതെ പാവങ്ങളെയൊക്കെ സഹായിക്കാനൊക്കെ നല്ല മനസ്ഥിതിയുള്ള ആളാണ്. ഞാൻ മുമ്പേ അറിയുന്ന ആളാണ്. അയാളുടെ അച്ഛനെയൊക്കെ ജോർജ് ചേട്ടനെ അറിയണേണ്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ മനസ്സുകൊണ്ടൊരു ഇഷ്ടമുണ്ട് ആ മനുഷ്യനോട്. എന്താണെന്ന് എല്ലാവർക്കും നല്ല ബഹുമാനം കൊടുക്കുന്ന ഒരു മനുഷ്യനാണല്ലേ. ഞാൻ ഹൈബിയുടെ കാര്യമല്ലേ, ഹൈബിയുടെ രാഷ്ട്രീയപരമായിട്ടല്ല. ഹൈബിയുടെ അമ്മയും ഞാനും വലിയ കൂട്ടായിരുന്നു. തോപ്പുംപടിക്കാരാണ്. എന്നെ കല്യാണം കഴിച്ച വീടിൻ്റെ അടുത്തുള്ളതാണ്. ഹൈബി എൻ്റെ മകനും ഏകദേശം ഹൈബിക്ക് അറിയാം എന്നെ. എൻ്റെ മകനും ഒരുപോലെ ഇവനെ ഞാൻ എടുത്തുകൊണ്ട് നടത്തിയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. അതുകൊണ്ട് പേഴ്സണലായിട്ട് ഹൈബിക്ക് മാത്രമേ ചെയ്യുള്ളൂ, രാഷ്ട്രീയപരമായിട്ടല്ല. കാരണം ഇപ്പം കണ്ടാലും എന്നെ അറിയും. പേരെന്താ? സഞ്ജീവ്. അപ്പം ഞാനൊരു 3 പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ആരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ സെലക്ട് ചെയ്യുന്നത്? ഏത് വോട്ട് ചെയ്യാനോ? അത് നമ്മുടെ ഓരോ പേഴ്സണൽ ചോയ്സ് അത് പേഴ്സണൽ ചോയ്സ് ആണ്. എന്നാലും ഒരു ഇഷ്ടം നമ്മളെ എങ്ങോട്ടാണ്? അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വോട്ട് ചെയ്യുന്നത് ആർക്കാന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നാലും ഒരു ഇഷ്ടം തോന്നി സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അതും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബുദ്ധിപരമായുള്ള നീക്കം. എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, പക്ഷെ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കും? ഒരു ആൻസർ വേണമല്ലോ. ഞാൻ ഇതെന്തായാലും മാറ്റി വെക്കും. ഇത് രണ്ടിലാണ് ഒരാളെ. ഒരു 3 പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഞാനൊരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും? ഹൈബീഡനുണ്ട്, ഷൈൻ ടീച്ചറുണ്ട്, ഹൈബീഡൻ തന്നെ. അപ്പോൾ ഹൈബീഡനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഏതാ പേരെന്താ? എൻ്റെ പേര് ജയന്തൻ, പിന്നെ ഫ്രാൻസിസ്. ഓക്കെ, നിങ്ങൾ ഹൈബീഡനെ സെലക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാരണമുണ്ടോ? പിന്നെ പല കാര്യങ്ങൾക്കും ചെന്നിട്ട് അദ്ദേഹം നമ്മളെ നീക്കി നിർത്തിയിട്ടില്ല, എങ്കിലും പരിഹാരം കണ്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ മികച്ച ഒരു പബ്ലിക്കായിട്ട് അയാൾ പ്രവർത്തിക്കുന്നതല്ലേ. ജനങ്ങൾക്ക് മികച്ചൊരു നായകൻ തന്നെയാണോ? തീർച്ചയായിട്ടും ജനനായകൻ തന്നെയാണ്. എറണാകുളത്ത് ഇദ്ദേഹം വിജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അയാൾ വിജയിച്ചിരിക്കും. എൻ്റെ ഒരു ഇത് പറയാനാണെങ്കിൽ 1.25 ലക്ഷം വോട്ട് കൂടുതലായിരിക്കും ഇദ്ദേഹത്തിന് കിട്ടും. ശരി, ഈ ഒരു 3 പിക്ചർ കാണിക്കുന്നുണ്ട്. ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ആരെ സെലക്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്ന ശരിയല്ലല്ലേ. വോട്ടിന്റെ അങ്ങനെ ചെയ്യണ ശരിയല്ല. അതൊക്കെ നമ്മളാണെങ്കിൽ നമ്മുടെ ഒരു ടാസ്ക് ആണ്. ഈ ഒരു 3 പേഴ്സണെ കാണിച്ചിട്ട് ആരെ എടുക്കാൻ? അത് ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഹൃദയത്തിൽ. പുറത്ത് പറയാൻ താല്പര്യമില്ലല്ലേ? പടത്തിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആരെ സെലക്ട് ചെയ്യും? ഹൈബീഡൻ. എന്തെങ്കിലും കാരണമുണ്ടോ ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം തന്നെ വിജയിക്കുമെന്നാണോ പറയുന്നത്? അപ്പം ഇതിലൊരാളെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ സെലക്ട് ചെയ്യും? ഹൈബീഡനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത് ഇവിടെയും. എന്തെങ്കിലും കാരണമുണ്ടോ അദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ? കോൺഗ്രസ് രണ്ടും കള്ളന്മാരാണ്. എന്തോ? രണ്ടും കള്ളന്മാരാ. BJP മാർക്കിസ്റ്റ്. കോൺഗ്രസ് ഭരിച്ചാൽ കഷ്ടപ്പാടുണ്ടാവില്ല. എന്തെങ്കിലും സഹായമൊക്കെ കിട്ടാറുണ്ടോ? കിട്ടാറില്ല, ബുദ്ധിമുട്ടിക്കൂല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. സഹായം കിട്ടാറില്ല, പക്ഷെ ഉപദ്രവമില്ല എന്നാണ് പറയുന്നത്. പണി ജോലി ഉണ്ടാവും. എന്നാല് ഈ ഇവര് ഭരിക്കുന്ന ടൈമിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പം വീണ്ടും കോൺഗ്രസ് തന്നെ വരണമെന്നാണ് നിശ്ചിതമായിട്ടും. ഇതിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആരെ സെലക്ട് ചെയ്യും? പരസ്യമായിട്ട് ശരിയല്ല. അല്ല, അതിന് അതിൻ്റെതായ ഒരു സ്വഭാവം ഉണ്ടല്ലോ. വെളിപ്പെടുത്താൻ പറ്റില്ല അല്ലേ? ശരിയല്ല.
ഒരു 3 പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. ഇതിലൊരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആരെ സെലക്ട് ചെയ്യും? സെലക്ട് ചെയ്യാൻ നമ്മുടെ ഹൈബീഡൻ. ഇദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും റീസൺ ഉണ്ടോ? എന്ന് പറഞ്ഞാൽ പുള്ളിയോട് നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് വിജയിക്കുന്നുള്ള വിജയിക്കുമെന്നുള്ള ഉറപ്പാണ്. എങ്ങനെയാണ് ഈ ഒരു 3 പിക്ചറിൽ ആരെയാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ? തീരുമാനമായിട്ടില്ല. എന്നാലും ഇപ്പൊ ഈ ഒരു പടം കണ്ടിട്ട് ഒരാളെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെടുക്കും? ഹൈബീഡ് എടുക്കത്തുള്ളൂ അല്ലേ? എന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ കേരളത്തിൽ. നമ്മുടെ അവിടെ തന്നെ അവിടെ മസ്റ്റ് വെച്ചിട്ടുണ്ട്, വികസനങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഇന്ത്യ രാജ്യത്തൊരു പ്രത്യേക സാഹചര്യമാണല്ലോ. പടം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ 3 പടത്തിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ആരെ സെലക്ട് ചെയ്യും? ഷൈൻ ടീച്ചർ. ഷൈൻ ടീച്ചറിനെ സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, ഈ ചെറുപ്പം മുതലേ പാർട്ടി പീസാണോ? LDF പാർട്ടി. അതുകൊണ്ട് ഷൈൻ ടീച്ചറിനെ സെലക്ട് ചെയ്യും. അത് വോട്ട് LDFന് മാത്രം. അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ആരെ സെലക്ട് ചെയ്യും? രാധാകൃഷ്ണൻ സാറുണ്ട്, ഹൈബീഡൻ സാറുണ്ട്, ഷൈൻ ടീച്ചറുണ്ട്. ഇതിലൊരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞ ആണോ? ഹൈബീഡനെയാണ് സെലക്ട് ചെയ്തത്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ അദ്ദേഹത്തെ സെലക്ട് ചെയ്യാൻ? ആളൊരു നല്ല വ്യക്തിയാണ്, അയാളുടെ അച്ഛനും നല്ല ഇതിനെക്കാട്ടും നല്ല വ്യക്തിയാണ്. അതെ, ഈ കോൺഗ്രസ് പുള്ളി ഇപ്പോഴത്തെ MP സ്ഥാനത്ത് ഇരുന്നിട്ടും നല്ലൊരു കേന്ദ്രത്തിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യത്തിന് എറണാകുളത്തിന് വേണ്ടി പറയുന്നത്, പിന്നെ പുള്ളിക്ക് പറയാനുള്ളൊരു ക്വാളിഫൈഡും അതിനുള്ള രീതിയുണ്ട്. മറ്റുള്ള MP പോലെ അവിടെ ചെന്നിരുന്നിട്ട് ഒട്ടകം വേണമെന്ന് പറയുമ്പോൾ കൈവെക്കില്ല. അങ്ങനെ ചാനൽ 91 ജനകീയമായൊരു ഇലക്ഷൻ ഇവിടെ സമാപിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആരൊക്കെയാണ് സെലക്ട് ചെയ്തതെന്ന് നിങ്ങളും കണ്ടു കാണുമല്ലോ. അതെ, ഹൈബീഡൻ 70% വോട്ടുകൾക്കാണ് ഇപ്പോൾ ഇവിടെ ജയിച്ചിരിക്കുന്നത്. ഷൈൻ ടീച്ചർ 25%, രാധാകൃഷ്ണൻ സാറിന് 5%വുമാണ് നമ്മുടെ ജനങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ഇലക്ഷൻ ഇനി അധികം നാളില്ല. അപ്പം വരും കാഴ്ചകൾ നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. ജനാധിപത്യം ഒരു ഉത്സവമാണ്. ജനാധിപത്യം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ബിനു ജോർജിനൊപ്പം അശ്വനി ആർനാഥ്, ചാനൽ 91.